എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ ഭാവി എന്താണെന്നതിനെക്കുറിച്ചാണ്. വാട്ട് ഈസ് ദി ഫ്യൂച്ചർ ഓഫ് യുവർ ലവ് ലൈഫ്? നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ എ എന്ന ഇംഗ്ലീഷ് അക്ഷരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ ഭാവി എന്താണെന്നാണ് നാം ചോദിക്കുന്നത്. എ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളും ആ വ്യക്തിയും യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ നിങ്ങളെ ബാധിക്കുന്നുമില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ ശാന്തിയോടെ മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് അതുതന്നെ. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അഭിപ്രായ ഭിന്നതകളില്ല, സംശയങ്ങളില്ല, സ്നേഹക്കുറവില്ല, വൈരാഗ്യമില്ല. നിങ്ങളങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ പരസ്പരം അകലുമോ അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളെ അകറ്റുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടവും സ്നേഹവും ആഴത്തിലുള്ളത് കൊണ്ട് തന്നെ അത്തരം ശ്രമങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. പക്ഷേ അത് നിങ്ങളെ വേർപിരിക്കുന്നതിന് കാരണമാകില്ല. നിങ്ങൾക്ക് വളരെ സമാധാനത്തോടെ, വളരെ ഇഷ്ടത്തോടെ കടന്നു പോകാൻ കഴിയും. ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന നിലയ്ക്കാണ് നിങ്ങളുള്ളത്. ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ നിങ്ങളെ അന്യായമായി ബാധിക്കുകയോ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയോ ചെയ്യില്ല. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രണയ ജീവിതം വിജയിച്ച് മുന്നോട്ട് പോകും. ആളുകൾ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ വരും, പക്ഷെ ആ പ്രതിസന്ധികൾ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല അടവുകളുമായി ആളുകൾ വരും. പക്ഷെ നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്നത് കൊണ്ട് മാത്രം നിങ്ങളതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രശ്നങ്ങൾ ആൾക്കാരുണ്ടാക്കിയാലും അതിനെയൊക്കെ അതിജീവിച്ച് പോകാനുള്ള കരുത്തുള്ള ഒരു പ്രണയമാണ് നിങ്ങളുടേതെന്ന കാര്യത്തിൽ സംശയവുമില്ല. അതായത് രണ്ടാമത്തെ ബി എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. തീർച്ചയായിട്ടും ബി എന്ന ഫയൽ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പരസ്പരം സ്നേഹിക്കുമ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴും ചില പ്രതിസന്ധികൾ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളാണ്. അവർ നിരന്തരം നിങ്ങളോട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കയറി പറ്റാൻ ശ്രമിക്കുകയാണ്. അവരുടെ ശ്രമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ മൂന്നാം കക്ഷിയെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കെതിരെ നിലപാടെടുക്കുന്നതിന് ആ മൂന്നാം കക്ഷി തയ്യാറായിട്ടുള്ളതാണ്. ആ വ്യക്തി നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ഭാവിയിലും ഒരു സംരക്ഷണം നൽകാനാണെന്നുള്ള വ്യാജേനെ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും നിങ്ങൾ സമാധാനപരമായിട്ട് ഇരിക്കരുത്, സമാധാനപരമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക. അങ്ങനെ വീണു പോകാതിരിക്കുന്നിടത്തോളം കാലം ആ പ്രതിസന്ധികളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുതന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും. കൃത്യമായി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ പറയുന്ന കാരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്.
അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഉയർക്കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ ആത്മാർത്ഥത ഓരോ കാര്യത്തിലും പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിച്ചാലും പരിപൂർണമായ ഒരു സന്തോഷം, പരിപൂർണമായ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ലഭിക്കാനിടയില്ല. അത് നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടം ഉണ്ടാകുകയും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾക്ക് എതിരെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള ജീവിതമായി മാറുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഒക്കെ ഇഷ്ടാനുസരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്നവർ എത്ര ആകർഷണീയത ഉള്ളവരാണെങ്കിലും അതൊന്നും സ്വീകരിച്ച് നിങ്ങളുടെ വ്യക്തി പോകാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രണയജീവിതം ഇനിയും കൂടുതൽ പൂത്തുലയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതായിട്ടൊരു വിഷയമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.